നായിലിലെ വിധവ കടന്നു വരുന്നത് കണ്ടപ്പോൾ യേശു അവളെ ആശ്വസിപ്പിക്കുക, അവളുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു വാക്കായിരിക്കാം, ഒരു പ്രവൃത്തിയായിരിക്കും, നമുക്കത് പറ്റാറുണ്ട് എന്നുള്ളതാണ്. കരയിപ്പിക്കാൻ എളുപ്പമാണ്, കണ്ണുനീര് തുടയ്ക്കാൻ ബുദ്ധിമുട്ട്. നമ്മുടെ ജീവിതം കൊണ്ട് അതിന് നമുക്ക് സാധിക്കട്ടെ. എത്രയോ പേരുടെ കണ്ണുനീര് എനിക്ക് തുടയ്ക്കാൻ പറ്റി, എത്രയോ പേർക്ക് കണ്ണുനീരിന് വീഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കരയേണ്ടി വരും. എത്രയോ പേരുടെ കണ്ണുനീരാണ് നമ്മൾ വീഴ്ത്തിയിരിക്കുന്നത്. വാക്കുകൊണ്ടാകാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ അസൂയ കൊണ്ട്, അഹങ്കാരം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് നിരവധി പേരുടെ കണ്ണുനീര് നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ യേശു നമ്മളോട് പറയുന്നതേ ഉള്ളൂ, വീഴ്ത്താനല്ല, തുടയ്ക്കാനാണ്. ആ കണ്ണുനീര് തുടച്ചു കളയാനാണ് എൻ്റെ ഒരു വാക്കുകൊണ്ട്, ഒരു ആശ്വാസ പ്രവൃത്തി കൊണ്ടാകാം. ആദ്യം പറഞ്ഞ വാക്ക് അത് തന്നെയാ, കരയണ്ട. കരയണ്ട നായിലെ വിധവയോട് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും ഈ വാക്ക് നമുക്ക് പറയാൻ പറ്റണം, കരയണ്ട, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഒരു ആശ്വാസ വാക്കായിരിക്കും, അല്ലെങ്കിൽ കൂടിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു സാമീപ്യമായിരിക്കും, ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നതാകും. അങ്ങനെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ദൈവിക പ്രവൃത്തി എനിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം.